നമ്മുടെയൊക്കെ ലൈഫ് ഒരു സിനിമയായിരുന്നെങ്കിൽ ആരെങ്കിലും അത് കാണുമോ? ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും നമ്മളെപ്പോലുള്ള ഒരു ആവറേജ് ഫോൺ യൂസർ ഒരു വർഷം ഫോണിൽ സ്ക്രോൾ ചെയ്യുന്നത് ഇങ്ങനെ നിരത്തി വെച്ച അത് ഏകദേശം 125 കിലോമീറ്റർ കാണും എന്ന് ഞാനൊരു സർവേയിൽ കണ്ടു. ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നതുകൊണ്ട് മനുഷ്യരിൽ വരാൻ പോകുന്ന മാറ്റം ആദ്യമായിട്ട് കാണാൻ പോകുന്ന ജനറേഷൻ നമ്മുടേതായിരിക്കും. ഫോൺ യൂസേജ് നമ്മുടെ ബ്രെയിനിനെ ചുരുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മളിപ്പോൾ തിയേറ്ററിൽ പോയി കാണുന്ന ഒരു സിനിമ, ആ സിനിമ നമുക്ക് ഇഷ്ടമായില്ലെങ്കിൽ പൈസയോ പോയി, ഇനി സമയം കൂടെ കളയണോ എന്ന് കരുതി നമ്മൾ ഇടയ്ക്ക് വെച്ച് ഇറങ്ങി പോകുമോ? മിക്ക ആളുകളും അങ്ങനെ ചെയ്യില്ല അല്ലേ? എന്നാൽ 1 രൂപ പോലും മുടക്കാതെയാണ് ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ നമ്മൾ കാണുന്നത്. അവിടെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് ചെറുതായിട്ടെങ്കിലും ഒരു മടുപ്പ് തോന്നിയാൽ നമ്മൾ അടുത്ത ആപ്ലിക്കേഷനിലേക്ക് ചാടും. അപ്പോഴും നമ്മൾ ഫോൺ താഴെ വെക്കുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ പോലും ചിന്തിക്കാറില്ല. ഈ ഒരു വീഡിയോ പോലും ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ വേറെ ആപ്പിലേക്ക് ചാടി പോവാതെ കണ്ടു തീർക്കാൻ സാധിക്കുന്ന വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. നമ്മളെപ്പോലുള്ള മനുഷ്യരുടെ കോണ്ടന്റ് കൺസപ്ഷന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഓവറായിട്ടുള്ള ഫോൺ യൂസേജ് എങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിനെ തകർക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് ഫോൺ അഡിക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ആ ഫോൺ അഡിക്ഷനെ ഫൈറ്റ് ചെയ്ത് കുറച്ചുകൊണ്ട് വരാം എന്നെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെയൊക്കെ കോണ്ടന്റ് കൺസ്യൂം ചെയ്യുന്ന ബിഹേവിയറും കൂടി മനസ്സിലാക്കിയാൽ മാത്രമേ അങ്ങനെ ഒരു അഡിക്ഷൻ ഉണ്ടെങ്കിൽ പോലും അത് മാനേജ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കൂ. നമ്മുടെ ബ്രെയിനിലുള്ള ഒരു ഗുണവുമില്ലാത്ത ചില വയറിംഗ് അതൊന്ന് മാറ്റിയെടുക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ആ അഡിക്ഷനെ ഫൈറ്റ് ചെയ്യുന്ന പ്രോസസ്സ് വളരെ സിമ്പിൾ ആയിട്ട് മാറും. എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ള പ്രാക്ടിക്കലായിട്ട് എനിക്ക് റിസൾട്ട്സ് തന്നിട്ടുള്ള 5 കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. 5th പോയിന്റ് തൊട്ട് ടോപ്പ് പോയിന്റിലേക്ക് നമുക്ക് മൂവ് ചെയ്ത് പോകാം. 5ാമത്തെ പോയിന്റ്, വി നീഡ് എന്റർടൈൻമെന്റ്. നമുക്ക് 2 ടീച്ചേഴ്സ് ഉണ്ടെന്ന് കരുതാം. 2 പേരും പഠിപ്പിക്കുന്നത് ഒരേ കാര്യം തന്നെയാണ്. അപ്പൊ ആദ്യത്തെ ടീച്ചർ പറയുന്നു, കുട്ടികളെ, നിങ്ങളുടെ ബ്രെയിനിൽ ചെറിയ തോതിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാവുന്നുണ്ട്. ഇനി 2ാമത്തെ ടീച്ചർ പഠിപ്പിക്കുന്നത്, എടാ മക്കളെ, നല്ല ഒരു ഐഡിയ കിട്ടിയാൽ ഒരാളുടെ തലയിൽ ബൾബ് കത്തുന്നുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അത് എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് ആർക്കെങ്കിലും അറിയാമോ? അങ്ങനെ പറയുന്നതിന്റെ കാരണം, ശരിക്കും നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിനകത്ത് ഒരു ചെറിയ ബൾബ് കത്തിക്കാൻ സാധിക്കുന്ന അത്ര ഇലക്ട്രിസിറ്റി ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഈ 2 ടീച്ചേഴ്സും 2 രീതിയിലാണ് ഒരേ സിമ്പിൾ ടോപ്പിക്ക് നമുക്ക് പറഞ്ഞു തന്നത്. നമ്മൾ ഇതിൽ ഏത് ടീച്ചർ പറയുന്നതാണ് പ്രിഫർ ചെയ്യുന്നത്? നമ്മുടെ ബ്രെയിനിനെ അത്യാവശ്യം എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന കോണ്ടന്റ് ആണ് നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. ആ ടീച്ചർ നന്നായിട്ട് തമാശയൊക്കെ പറയും. അത്ര വലിയ ടഫായിട്ടുള്ള ടോപ്പിക് ആയിട്ട് പോലും ഇടയ്ക്ക് കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് ആ സാറ് നന്നായിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. നമ്മളിങ്ങനെയൊക്കെ പറയാറുണ്ടല്ലേ? നമ്മുടെ ബ്രെയിൻ അത്രത്തോളമാണ് എന്റർടൈൻമെന്റ് ഇഷ്ടപ്പെടുന്നത്. അതെന്തുകൊണ്ടാണ്? എന്റർടൈൻമെന്റ് വഴി കാര്യങ്ങൾ പഠിക്കാനും നമ്മൾ ഈ പഠിച്ചതൊക്കെ ഓർത്തിരിക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ ബ്രെയിനിന്റെ എഫേർട്ട് കുറയും. നമ്മുടെ ബ്രെയിൻ മെയിനായിട്ട് നോക്കുന്നത് തന്നെ എങ്ങനെ എനർജി സേവ് ചെയ്യാവുന്നതാണ്. ഇനി പഠിക്കുന്ന കാര്യമൊന്നും അല്ലെങ്കിൽ പോലും നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ കാണുവാണ്, എങ്ങനെയാണ് ഭൂമിയിൽ വെള്ളം ഉണ്ടായത് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് വീഡിയോ. ആ വീഡിയോ കാണുന്ന സമയത്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോസസ്സ് ചെയ്യണം, നമ്മൾ ഒരുപാട് ചിന്തിക്കണം, മനസ്സിലാക്കണം, ശ്രദ്ധയോടുകൂടി ഇരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഹോൾ തിങ് മനസ്സിലാവുള്ളൂ. അതേസമയം നമ്മൾ മറ്റൊരു വീഡിയോ കാണുന്നു, ഒരു തിയേറ്ററിന്റെ മുമ്പിൽ കുറെ ആളുകൾ കോമാളി വേഷം കെട്ടി എന്തൊക്കെയോ കാണിക്കുന്ന ഒരു വീഡിയോ കാണുന്നതിനായിട്ട് നമ്മുടെ ബ്രെയിന് പ്രത്യേകിച്ച് ഒരു എഫേർട്ട് വേണ്ടതായിട്ട് ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും? എഫേർട്ട് ഇല്ലാത്ത കാര്യം കൺസ്യൂം ചെയ്യാനായിട്ട് പ്രിഫർ ചെയ്യും. സോ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന് എന്റർടൈൻമെന്റ് വേണം എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അതിലൊരു തെറ്റുമില്ല. പക്ഷെ അതിന്റെ ഒരു ബാലൻസ് നമ്മൾ വേണം തീരുമാനിക്കാൻ. അതല്ലെങ്കിൽ ഒരു ബാലൻസ് ഫോഴ്സ്ഫുള്ളി കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. ഇനി 4ാമത്തെ പോയിന്റ്, വി ആർ ബോർഡ്. ഞാൻ ആദ്യം ചോദിച്ചല്ലേ, നമ്മുടെ ലൈഫ് ഒരു സിനിമയായിരുന്നെങ്കിൽ ആരെങ്കിലും ഇത് മുഴുവൻ കുത്തിയിരുന്ന് കാണുമോ എന്ന്? നമ്മളെല്ലാവരും, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരും ഞാനും ഒക്കെ നടക്കുന്ന സ്പീഡ് വ്യത്യസ്തമായിരിക്കും. ഓരോ ആളുകളും ഓരോ സ്പീഡിലാണ് നടക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സിനിമയിലുള്ള നടൻ നടക്കുന്നത് ഒരു 3 സെക്കൻഡ് കൂടിപ്പോയാൽ എന്തുവാടാ ഇത്, അവാർഡ് പടമാണോ എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും പുച്ഛിക്കും. അതായത് ലൈഫ് കുറച്ച് സ്ലോ ആയാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ കാണുന്ന കോണ്ടന്റ് കുറച്ച് പോലും സ്ലോ ആവുന്ന തരത്തിലൊരു വിട്ടുവീഴ്ച നമ്മൾ ചെയ്യാൻ തയ്യാറാവില്ല. നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമ്മളിൽ മിക്ക ആളുകളും ബൈക്ക് സർവീസോ കാർ സർവീസോ ഒക്കെ കൊടുക്കാനായിട്ട് സർവീസ് സെന്ററിൽ കൊണ്ട് കാർ കൊടുത്തിട്ട് അവരുടെ വെയിറ്റിംഗ് ഏരിയ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അവർ മാഗസീൻസ് വെച്ചിട്ടുണ്ടായിരിക്കും, TV വെച്ചിട്ടുണ്ടായിരിക്കും. അവിടെ മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയാലോ ഡോക്ടറിൻ്റെ അടുത്ത് പോയാലോ വെയിറ്റിംഗ് ഉള്ള ഏത് സ്ഥലത്ത് ചെന്നാലും അവരുടെ വെയിറ്റിംഗ് ഏരിയയിൽ ഇതേപോലെ മാഗസീൻസും TV ഒക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. കാരണം അവർക്ക് തന്നെ അറിയാം, ലോകത്തിലുള്ള മിക്ക ആളുകൾക്കും അവരുടെ കൂടെ തന്നെ സമയം സ്പെൻഡ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. നമ്മൾ എന്റർടൈൻഡ് ആയിട്ടിരുന്നില്ലെങ്കിൽ എത്ര നേരമാണ് നമ്മൾ വെയിറ്റ് ചെയ്തത് എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ബോധ്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ എണ്ണിട്ട് അവരുടെ അടുത്ത് ചെന്ന് ചോദിക്കും, എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നു, ഇതെന്താ ശരിയാവാത്ത എന്നൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അതപ്പോൾ അവർക്കും ബുദ്ധിമുട്ടാവും. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഈ മാഗസീനും TV ഒന്നും നോക്കില്ല. അതിനേക്കാളും കൂടുതൽ നമ്മുടെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സാധനം നമ്മുടെ പോക്കറ്റിൽ കിടപ്പുണ്ട്. അപ്പോൾ ചെറുതായിട്ടെങ്കിലും ബോർ അടിക്കുന്നുണ്ട് എന്ന് തോന്നിയാൽ നമ്മൾ അപ്പോൾ തന്നെ നമ്മുടെ ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെയൊക്കെ അർത്ഥം, നമ്മൾക്ക് തന്നെ നമ്മുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ
സാധിക്കാത്ത അത്ര ബോറന്മാരാണ് നമ്മളെല്ലാവരും എന്നാണോ? അങ്ങനെ ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നത് ആ കാട്ടിൽ ജീവിച്ച മനുഷ്യൻ്റെ അതേ ബ്രെയിനും കൊണ്ടാണ്. ആ കാലത്ത് മോസ്റ്റ് ഓഫ് ദ ടൈം നമുക്കിങ്ങനെ വെറുതെ ഇരിക്കാൻ സമയമൊന്നും ഇല്ലായിരുന്നു. നമ്മൾ കാട്ടിലിറങ്ങി ഹണ്ട് ചെയ്യുന്നു, നമുക്ക് കഴിക്കാനുള്ള ആഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നു. അതേസമയം തന്നെ മറ്റുള്ള മൃഗങ്ങളിൽ നിന്ന് നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, മറ്റുള്ള ആളുകളിൽ നിന്ന് നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ ടൈം നമ്മൾ എൻഗേജ്ഡ് ആയിട്ട് പണിയെടുത്ത് ബോറടിക്കാൻ സമയമില്ലാതായിരുന്നു നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ടെക്നോളജി നല്ല രീതിയിൽ വളർന്ന സമയത്ത് നമ്മൾ ഒരുപാട് സമയം സേവ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആ സേവ് ചെയ്ത സമയം ഫില്ല് ചെയ്യാനായിട്ടാണ് നമ്മൾ ഓടി നടക്കുന്നത്. ചിലപ്പോഴൊക്കെ ഈ സമയം ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ അങ്ങോട്ട് പൈസയും കൊടുക്കാറുണ്ട്. എന്താണ്? നമ്മൾ സിനിമ കാണാനും നെറ്റ്ഫ്ലിക്സിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കാനും അല്ലെങ്കിൽ ട്രിപ്പ് പോകാനും ഇതിനൊക്കെ നമ്മൾ പൈസ മുടക്കും. അതെല്ലാം നമ്മൾ ഈ സേവ് ചെയ്ത് വെച്ച സമയം സ്പെൻഡ് ചെയ്യാനും നമ്മുടെ ബ്രെയിനിനെ എൻ്റർടൈൻഡും എൻഗേജിങ്ങുമായിട്ട് വെക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ബ്രെയിനിനെ നന്നായിട്ട് എൻഗേജ് ചെയ്ത് സ്റ്റിമുലേറ്റ് ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ കോണ്ടന്റ് തന്നെ കാണണം എന്നൊന്നുമില്ല. നമുക്ക് ഏത് തരത്തിലും ഇത് അച്ചീവ് ചെയ്യാം. ഒരു ബുക്ക് വായിക്കുന്നതാകാം, നടക്കാൻ പോകുന്നതാകാം, അതല്ലെങ്കിൽ ക്രിക്കറ്റോ ഫുട്ബോളോ, അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സ്പോർട്ട് കളിക്കുന്നതാവാം. ഇനി അതൊന്നുമല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വലിയ ടാസ്കോ പ്രോജക്റ്റോ ഏറ്റെടുത്ത് കുറേ നാളത്തേക്ക് ചെയ്യുന്നതാവാം. ഇതെല്ലാം നമ്മുടെ ബ്രെയിനിനെ എൻഗേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ നമ്മുടെ ബ്രെയിനിനെ ചെറുതായിട്ടൊന്ന് ബോറടിക്കാൻ തുറന്നങ്ങ് വിടണം. പിന്നെ എൻഗേജ് ചെയ്യിക്കാൻ നമ്മൾ തീരുമാനിക്കുന്ന സമയം എങ്ങനെ ബ്രെയിനിനെ എൻഗേജ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. പക്ഷേ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഒരു ബുക്ക് വായിക്കുമ്പോഴോ ഒരു സിനിമ കാണുന്ന സമയത്തോ നമ്മുടെ മനസ്സ് നമുക്കത് നിറഞ്ഞതായിട്ട് തോന്നും. പക്ഷേ നമ്മൾ ഈ ഫോണിൽ കൂടെ ഈ അൺഎൻഡിങ് സ്ക്രോളിങ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കുറേ നേരം കഴിയുമ്പോൾ നമുക്ക് എംപ്റ്റിനെസ് അല്ലാതെ വേറെ ഒന്നും ഫീൽ ചെയ്യാൻ പോകുന്നില്ല. ഇനി മൂന്നാമത്തെ പോയിന്റ്, വി ലൈക്ക് മോർ എന്റർടൈൻമെന്റ്. ചില സമയത്തെങ്കിലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ നടക്കുന്ന എന്താണ് എന്നറിയാൻ നമുക്ക് ഒരുപാട് ക്യൂരിയോസിറ്റി ഉണ്ട്. നമ്മുടെ ബ്രെയിനിന്റെ ഈ ഒരു സൈഡിനെ യൂട്ടിലൈസ് ചെയ്യുന്ന കോണ്ടന്റ് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. ഒരാളുടെ ലൈഫ് മിക്കപ്പോഴും അവരൊരു സെലിബ്രിറ്റി ആയിരിക്കും. അവരുടെ ലൈഫിൽ ഒരു ബുദ്ധിമുട്ട് വന്നാൽ, എന്തെങ്കിലും അസുഖമോ അതല്ലെങ്കിൽ ഫാമിലി ആയിട്ടുള്ള ഇഷ്യൂസോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരൊക്കെ പബ്ലിക്കലി അപ്പിയർ ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചും ബുദ്ധിമുട്ടിച്ചും അങ്ങനത്തെ കോണ്ടന്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഒരുപാട് പൈസയുള്ള അതല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും റീച്ച് ചെയ്യാൻ പറ്റാത്ത ഒരാൾ, ഫോർ എക്സാമ്പിൾ മോഹൻലാൽ ഒരു പ്ലേറ്റിൽ നിന്നും ഒരുമിച്ച് കൂട്ടുകാരുമായി ആഹാരം കഴിക്കുന്നു, ഇങ്ങനത്തെ ഒരു ടൈറ്റിലുണ്ട് ഒരു വീഡിയോ. ഞാനിതൊരു സാമ്പിൾ മാത്രം പറഞ്ഞതാണ്. ഇങ്ങനെയുള്ള വീഡിയോസിൽ എത്രയൊക്കെ പൈസ ഉണ്ടെങ്കിലും ഈ സെലിബ്രിറ്റീസും നമ്മളെപ്പോലെ തന്നെയാണ് ജീവിക്കുന്നത് എന്നുള്ള ഒരു തോട്ട് നമ്മളിൽ ട്രിഗർ ചെയ്യിക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള കോണ്ടന്റ് നമുക്ക് കാണാൻ പറ്റും. ഒരു ഗുണവും നമുക്ക് ഇല്ലാത്ത പരിപാടിയാണ് ഇങ്ങനത്തെ കോണ്ടന്റ് കാണുന്നത്. ഇതിനൊക്കെ മുകളിൽ നാട്ടിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളിലും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ റിയാക്ഷൻ എന്ന രീതിയിൽ കാണിക്കുന്ന വീഡിയോസും ഉണ്ട്. ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലെ സിനിമയും ന്യൂസും ഗോസിപ്പും എല്ലാം റിയാക്റ്റും റിവ്യൂവും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്നറിയാൻ നമ്മുടെ ബ്രെയിനിന് എപ്പോഴും ഒരു ആകാംക്ഷ ഉണ്ടായിരിക്കും. ഞാൻ ചിന്തിക്കുന്നത് പോലെ തന്നെയാണോ ഇവർ ചിന്തിക്കുന്നത് എന്നറിയാനും, ഇനി ഞാൻ ചിന്തിക്കുന്നത് പോലെ അല്ല അവൻ ചിന്തിക്കുന്നതെങ്കിൽ അവനെ കയറി 4 തെറി വിളിക്കാനും, ഇനി അങ്ങനെ പബ്ലിക്കായിട്ട് സോഷ്യൽ മീഡിയയിൽ തെറി വിളിക്കാത്ത ഒരാളാണ് ഞാനെങ്കിൽ മറ്റുള്ളവർ ആ വീഡിയോയുടെ അടിയിൽ ചീത്ത വിളിച്ചത് നോക്കി വായിച്ച് സന്തോഷിക്കാനും ഒരുപാട് ആളുകൾ ശ്രമിക്കാറുണ്ട്. ഞാൻ പറയുന്നത്, ഞാൻ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തനായ ഒരു മനുഷ്യനാണ്, ഈ സമൂഹം മുഴുവൻ വളരെ മോശവും ഞാൻ മാത്രം വലിയ മഹാനായിട്ടുള്ള ആൾ ആണ് എന്നൊന്നും അല്ല ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഇതെല്ലാം ഹ്യൂമൻ ഇൻസ്റ്റിങ്സ് ആണ്. ഇങ്ങനത്തെ കോണ്ടന്റ് കാണുക എന്ന് പറയുന്നതെല്ലാം സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യർക്കും തോന്നുന്ന കാര്യമാണ്. ഇതിനെ ചൂഷണം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ വീഡിയോസ് ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ കാണാൻ നമുക്ക് തോന്നുന്നതും അതെല്ലാം വളരെ ഹ്യൂമൻലി ആയിട്ടുള്ളൊരു കാര്യമാണ് എന്ന് അഡ്രസ്സ് ചെയ്യുക. നമ്മൾ ഫോൺ എടുത്ത് കയ്യിൽ വെച്ച് കാണുന്ന എല്ലാ കോണ്ടന്റ്സും ഒന്നാണ് എന്ന് ചിന്തിക്കാതിരിക്കുക. ഇതിൽ ഓരോ തരത്തിലുള്ള കോണ്ടന്റ് കാണുന്ന സമയത്തും നമ്മുടെ ബ്രെയിനിന്റെ ഓരോ ഇൻട്രസ്റ്റുകളെയാണ് ഇത് ട്രിഗർ ചെയ്യുന്നത് എന്നും നമ്മൾ റിയലൈസ് ചെയ്യുക. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ചില കാര്യങ്ങളിൽ കൺട്രോൾ കൊണ്ടുവരാനും ചിലതൊക്കെ വേണ്ട എന്ന് വെക്കാനും സാധിക്കുന്നത്. ഇനി പോയിന്റ് നമ്പർ 2, ദേ വോണ്ട് ടു ബി സീൻ. പണ്ടൊക്കെ ഒരു സിനിമ ഇറങ്ങുന്ന ദിവസം എങ്ങനെയാണ് ഒരു സിനിമ ഇറങ്ങുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്? മേ ബി ഒരു 10 ദിവസം മുമ്പ് പത്രങ്ങളിൽ പോസ്റ്റർ വന്നു തുടങ്ങും. റിലീസ് ചെയ്യുന്ന അന്നും പത്രത്തിൽ പോസ്റ്റർ കാണും. കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ ഇന്റർനെറ്റ് ഒക്കെ ഒരുപാട് അവൈലബിൾ ആവുന്ന സമയമായപ്പോഴത്തേക്ക് ട്രെയിലേഴ്സ് ഒക്കെ വന്നു തുടങ്ങി. പക്ഷേ ഇന്നത്തെ അവസ്ഥ, ആദ്യം ഒരു ഓഡിയോ റിലീസ്, പിന്നെ ഒരു പോസ്റ്റർ റിലീസ്, പിന്നെ മോഷൻ പോസ്റ്റർ റിലീസ്, ടീസർ, ട്രെയിലർ, ഓൺലൈൻ മീഡിയ പ്രൊമോഷൻ, ഇങ്ങനെ ഇഷ്ടം പോലെ തരത്തിൽ നമ്മളെ ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇതൊന്നും ഒരു പ്രോബ്ലം ആണെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന കോണ്ടന്റ് ഒന്നിനു മുകളിൽ ഒന്നായിട്ട് പൈലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇറങ്ങാൻ പോകുന്ന സിനിമ എത്ര വലിയ സിനിമയാണെങ്കിൽ പോലും നമ്മൾ വീണ്ടും വീണ്ടും പൈലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കോണ്ടന്റ് ഇതിന്റെ മേളിൽ വന്ന് വീണ് ഇത് മുങ്ങിപ്പോകും. അപ്പോൾ നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കാനായിട്ട് ഇങ്ങനെ പല കാര്യങ്ങളും
പല ആളുകൾക്കും ചെയ്തേ മതിയാവും. ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടോ? ഈ കോണ്ടന്റിന്റെ അബണ്ടൻസ് ഇനിയും കൂടിക്കൊണ്ടേയിരിക്കും. അതിന് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഇതൊന്നും അധികം മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക എന്ന കാര്യം മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കൂ. ഇനി ഫൈനലി ലാസ്റ്റ് പോയിന്റ്, നോ ടൈം ഫോർ കോണ്ടംപ്ലേഷൻ. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പോയിന്റ് ആണ് ഇത്. ഞാൻ തന്നെ ഈ ഒരു കാര്യം റിയലൈസ് ചെയ്തതിൽ, ഈ ഒരു തിരിച്ചറിവ് എനിക്ക് വന്നതിൽ ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ്. ഷുവറായിട്ടും ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കും അത് തോന്നും. ഞാൻ ചോദിക്കട്ടെ, എന്നായിരുന്നു നിങ്ങളൊരു സിനിമ കണ്ടിട്ട് അതിന്റെ ഇമ്പാക്ട് ഒരു 2-3 ദിവസം നിങ്ങളുടെ ഉള്ളിൽ നിന്നത്? ഓർക്കുന്നുണ്ടോ? ഞാൻ ഓർക്കുന്നുണ്ട്. റോബിൻസൺ ക്രൂസോ, സോഴ്സ് കോഡ്, വെർട്ടിഗോ, 12 ആംഗ്രി മെൻ, ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ, ഇങ്ങനെയുള്ള മൂവീസ് ഒക്കെ കണ്ട് ചെറുപ്പത്തിൽ ദിവസങ്ങളോളം ഇതിനെപ്പറ്റി ആലോചിച്ചിരുന്നിട്ടുള്ളത് ഞാൻ ഓർക്കുന്നുണ്ട്. ഇംഗ്ലീഷ് മൂവീസും ഇറ്റാലിയൻ മൂവീസും മാത്രമൊന്നുമല്ല, ഇഷ്ടം പോലെ മലയാള സിനിമകളും അങ്ങനെ കണ്ട് ഒരുപാട് ദിവസങ്ങളോളം ആ സിനിമയെ പറ്റി തന്നെ ആലോചിച്ച് ചിന്തിച്ചിരുന്ന സമയം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മളൊരു സിനിമ കണ്ടതിന് ശേഷം എത്ര നേരം നമ്മൾ ആ സിനിമയെ പറ്റി ആലോചിക്കാറുണ്ട്? അതല്ലെങ്കിൽ നമ്മളൊരു യൂട്യൂബ് വീഡിയോ കണ്ടതിന് ശേഷം നമ്മളൊന്ന് സമാധാനമായിട്ടിരുന്ന് എത്ര നേരം നമ്മൾ അതിനെ ഒന്ന് അനലൈസ് ചെയ്യാനോ ചിന്തിക്കാനോ ശ്രമിക്കാറുണ്ട്? ഇന്നിറങ്ങുന്ന സിനിമകളൊക്കെ മോശമായതുകൊണ്ടാണോ നമ്മൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഈ കോണ്ടന്റ് പൈലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഒരു കോണ്ടന്റ് അല്ലെങ്കിൽ ഒരു സിനിമ കണ്ടതിന് ശേഷം അതൊന്ന് കോണ്ടംപ്ലേറ്റ് ചെയ്യാൻ, അതല്ലെങ്കിൽ അതൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ, അതൊന്ന് അനലൈസ് ചെയ്യാൻ, അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാൻ നമ്മൾ സമയം എടുക്കാറില്ല. അതിനു മുമ്പ് തന്നെ അടുത്ത കോണ്ടന്റ് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് കുത്തിക്കയറ്റും. ഇതിന്റെ ഏറ്റവും വലിയൊരു ഐറണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോണ്ടംപ്ലേഷൻ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല, നമുക്ക് മടിയാണ്, നമുക്ക് സമയമില്ല. അതുകൊണ്ട് തന്നെ ഈ കോണ്ടംപ്ലേഷൻ പോലും നമ്മൾ കോണ്ടന്റ് ആയിട്ട് നമ്മളിലേക്ക് ഇൻജെക്ട് ചെയ്യും. അതായത് നമ്മളിപ്പോൾ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരെ യൂട്യൂബിലേക്ക് കയറിയിട്ട് അതിന്റെ റിവ്യൂസ്, ആ സിനിമയുടെ അർത്ഥം പറഞ്ഞു തരുന്ന വീഡിയോസ്, ഡയറക്ടർ ബ്രില്യൻസ് കാണിച്ചു തരുന്ന, നമുക്ക് സ്പൂൺ ഫീഡ് ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോസ്, ഇതൊക്കെ നമ്മളിരുന്ന് കാണും. ഇനി സിനിമ തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മൾ സ്ഥിരം കഴിക്കുന്ന റെസ്റ്റോറൻറ്റിലെ ആഹാരം പോലും അതിൻ്റെ രുചി ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് പോലും നമുക്ക് പല വീഡിയോസും പറഞ്ഞു തരും. ഈ തരത്തിലുള്ള ശീലങ്ങളെല്ലാം നമ്മുടെ കോണ്ടന്റ് കൺസെപ്ഷൻ ശീലത്തിനെ ഒരുപാട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്തൊരു സംഭവം എക്സ്പീരിയൻസ് ചെയ്താലും അതിനെ സ്വയം ഒന്ന് വിലയിരുത്തുന്ന, കുറച്ച് നേരം ഇരുന്നൊന്ന് കോണ്ടംപ്ലേറ്റ് ചെയ്യുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അതൊരു സിനിമയും ബുക്കും മാത്രമല്ല. നമ്മളൊരു ബീച്ചിൽ പോയാൽ, അതല്ലെങ്കിൽ നടന്ന് ഒരു മലയുടെ മുകളിൽ കയറിയാൽ, അതൊന്ന് ആസ്വദിക്കാൻ, അതൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ നമ്മൾ കുറച്ച് സമയം മാറ്റി വയ്ക്കണം. അതേപോലെ തന്നെയാണ് കോണ്ടന്റും. ഈ കോണ്ടന്റ് ഒക്കെ നമുക്ക് പതിയെ കൺസ്യൂം ചെയ്യാം. കാണുന്നത് ഓരോന്നും നമുക്ക് വിലയിരുത്താം. അങ്ങനെ വിലയിരുത്താനോ കോണ്ടംപ്ലേറ്റ് ചെയ്യാനോ സാധിക്കാത്തത് കൊണ്ടാണ് തൊട്ട് മുമ്പ് കണ്ട ഇൻസ്റ്റഗ്രാം റീല് പോലും നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കാത്തത്. ഒരുപാട് ഫിലോസഫിയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കാരണം ഞാനും കോണ്ടന്റ് ഉണ്ടാക്കുന്ന ഒരാൾ തന്നെയാണ്. ഞാൻ ഉണ്ടാക്കുന്ന ഓരോ കോണ്ടന്റും നിങ്ങൾ മുഴുവൻ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളും കൂടെയാണ് ഞാൻ. എങ്കിൽ പോലും ഓരോ വർഷം കഴിയുന്തോറും കോണ്ടന്റിന്റെ അവൈലബിലിറ്റി, ഈ കോണ്ടന്റിന്റെ തന്നെ നമ്മളെ അഡിക്റ്റീവ് ആക്കുന്ന ഇതിന്റെ സ്വഭാവം, ഇത് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളോട് തന്നെ ഇടയ്ക്കെങ്കിലും ചോദിക്കേണ്ട ഒരു 3 ചോദ്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്, എന്നായിരുന്നു നമ്മൾ അവസാനമായിട്ട് കണ്ട ഒരു വീഡിയോ, അതല്ലെങ്കിൽ ഒരു സിനിമ, അതല്ലെങ്കിൽ ഒരു പുസ്തകം ശരിക്കും നമ്മുടെ ഉള്ളിൽ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സഹായിച്ചത്? 2, എന്നായിരുന്നു നമ്മൾ കുറച്ചു നേരം നമ്മുടെ ബ്രെയിനിനെ ഒന്ന് ബോറടിക്കാനായിട്ട് അങ്ങ് തുറന്നു വിട്ടത്? ഇങ്ങനെ തുറന്നു വിട്ടപ്പോൾ നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ എങ്ങോട്ടാണ് പോയത്? ഇനി 3, നമ്മൾ എന്ത് കാണണം, വായിക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണോ, അതോ നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്പുകളാണോ? ഈ ചോദ്യങ്ങളെല്ലാം സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ. നമ്മുടെ ശരിക്കുള്ള എനിമി കോണ്ടന്റ് അല്ല, വളരെ മൈൻഡ്ലെസ് ആയി ഒട്ടും ചിന്തിക്കാതെ നമ്മൾ ഇത് കൺസ്യൂം ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. ഒരു സിനിമാ തിയേറ്ററിൽ പോലും നമ്മൾ പോയി കാണുന്ന പടം നമ്മളിൽ പലരും ഫോൺ എടുത്ത് റെക്കോർഡ് ചെയ്ത് അത് സ്റ്റാറ്റസ് ആക്കി ഇടുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കേണ്ട കാര്യം, നമ്മുടെ ജീവിതം പോലും നമുക്ക് ജീവിക്കാനാണോ ഇഷ്ടം, അതോ അതുപോലും റെക്കോർഡ് ചെയ്ത് വെച്ച് പിന്നീട് ഫോണിൽ കൂടി കാണാനാണോ ഇഷ്ടം എന്നാണ്.